നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും KCV ന്യൂസിന്റെ വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. ഒരു വിഷുക്കാലം കൂടി കടന്നുപോകുന്നു. ഒരു ഇലപൊഴിയുന്ന ലാഘവത്തോടെ കുട്ടനാടൻ കാർഷിക സംസ്കൃതിയുടെ ഇന്നലകളിലേക്ക്. കൂലി കൊടുക്കാൻ കാശില്ലാതായപ്പോൾ തൊഴിലുറപ്പുകാർ ചെയ്തത് തൊഴിലുറപ്പെന്ന് അധികൃതർ. ആലപ്പുഴ ജില്ലയിൽ മാത്രം കൊടുക്കാനുള്ളത് 45 കോടി രൂപ. അവശ്യ സാധനങ്ങളുടെ വിലവർധനവും ആഘോഷങ്ങളിൽ നിന്നകന്ന് മലയാളികൾ. വാർത്തകൾ വിശദമായി. കൃഷിയുടെ സൗന്ദര്യം പേരിൽ തന്നെയുള്ള നാടാണ് കേരളം. വിഷു മുതൽ ആരംഭിക്കുന്ന നമ്മുടെ കാർഷിക വർഷം ഞാറ്റുവേല കലണ്ടർ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. കാലമിനിയും ഉരുളും, വിഷുവരും തിരുവോണം വരും, ഓരോ പൂവിനും ഇതൾ വരും കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന എൻ കക്കാടിന്റെ വരികൾ ഒരിക്കലും മടങ്ങി വരാനാവാത്ത പ്രകൃതിയെക്കുറിച്ച് കൂടിയുള്ള ഉത്കണ്ഠയാവാം. കൃഷിയുടെ സൗന്ദര്യം പേരിൽ തന്നെയുള്ള നാടാണ് കേരളം. വിഷു മുതൽ ആരംഭിക്കുന്ന നമ്മുടെ കാർഷിക വർഷം ഞാറ്റുവേല കലണ്ടർ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഒഴിവാക്കാനാവാത്ത സ്ഥാനമുണ്ടായിരുന്നു ഒരിക്കൽ കുട്ടനാടിന്. നെല്ലും നാളികേരവുമായിരുന്നു നമ്മുടെ പ്രധാന കൃഷിയിനങ്ങൾ. അമിത ലാഭേച്ഛയും നിലനികത്തും ആധുനിക ഉദാരവൽക്കരണ നയങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നിന്നും കൃഷിയെ ആട്ടിയകറ്റിയത്. ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടായിരുന്നു പണ്ട് കേരളത്തിലെ കൃഷി സമ്പ്രദായങ്ങൾ പരുവപ്പെടുത്തിയിരുന്നത്. ഞായറിന്റെ നിലയാണ് ഞാറ്റുവേല. ഞായറിന്റെ വേലയെന്നും പറയാറുണ്ട്. ഞായർ എന്നാൽ സൂര്യൻ. സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ പ്രദക്ഷിണ വഴി അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ 27 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് ഞാറ്റുവേല. സൂര്യൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്ന കാലമാണ് ഒരു ഞാറ്റുവേല. ഏകദേശം 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലം. അങ്ങനെ 27 നക്ഷത്രങ്ങളുടെ പേരിൽ 27 ഞാറ്റുവേലകളാണ് നമുക്കുള്ളത്. വിഷു മുതൽ ആരംഭിക്കുന്ന നമ്മുടെ കാർഷിക വർഷം ആരംഭിച്ചിരുന്നതും ഞാറ്റുവേല കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഓരോ ഞാറ്റുവേലയ്ക്കും തനത് സ്വഭാവങ്ങളുണ്ട്. അതിനനുസരിച്ചായിരുന്നു ഓരോ വിളയും നട്ടിരുന്നത്. രോഹിണിയിൽ പയർ, തിരുവാതിരയിൽ കുരുമുളക്, അത്തത്തിൽ വാഴ എന്നിങ്ങനെ. തിരുവാതിര ഞാറ്റുവേലയിലാണ് ഏറ്റവുമധികം മഴ ലഭിച്ചിരുന്നത്. തിരുവാതിരയിൽ തിരമുറിയാതെ മഴയെന്നും പുണർദം പുകഞ്ഞ പോലെയെന്നും ചോതി പെയ്താൽ ചോറുറയ്ക്കുമെന്നുമൊക്കെ പഴമക്കാർ പറയും. എന്നാൽ അവരുടെ നേരനുഭവങ്ങൾ ഇന്ന് പതിരായി മാറിയിരിക്കുന്നു. അവർ നമുക്കായി കരുതി വെച്ച നേരറിവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരുടെ അടങ്ങാത്ത അത്യാർത്തി പരിസ്ഥിതിക്ക് ഒരിക്കലും മടങ്ങിവരാനാവാത്ത വിധം ഭംഗം വരുത്തിയിരിക്കുന്നു. തലമുറകളിലേക്ക് പകരേണ്ട ഒരു പുരാതന സംസ്കൃതിയെ നമ്മൾ താൽക്കാലിക സ്വാർത്ഥ ലാഭങ്ങളുടെ പേരിൽ തമസ്കരിക്കുന്നു. ഒരു നാടിന്റെ കാർഷിക ആഘോഷമായിരുന്നു, വിളവെടുപ്പ് മഹോത്സവമായിരുന്നു വിഷു. എന്നാൽ ഇന്ന് വിഷുക്കാലവും കണിക്കൊന്നയും കൈനീട്ടവും കണിവെള്ളരിയും ഒക്കെ മാത്രമായി ഒതുങ്ങി. കൃഷിയും വിഷുവും തമ്മിലുള്ള ആഘോഷാർത്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് പകരാനും ആളില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ. ന്യൂസ് ഡെസ്ക് KCV. കൂലി കൊടുക്കാൻ കാശില്ലാതായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തട്ടിക്കൂട്ട് പണികളാണ് ചെയ്തിരുന്നതെന്ന് അധികൃതർ. സ്വകാര്യ ഭൂമിയിലെ പണികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും അണിയറയിൽ നീക്കം. കൂലി നൽകാൻ കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം നൽകണമെന്നൊക്കെയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കൂലി നൽകുവാൻ പോലും കാശില്ലാതിരിക്കുമ്പോൾ എങ്ങനെ കാലതാമസ പരിഹാര നഷ്ടം വിതരണം ചെയ്യാൻ? അതോടൊപ്പം തൊഴിൽ നഷ്ട വേതനവും നൽകണമെന്നൊക്കെയായിരുന്നു വ്യവസ്ഥ. അതും പാലിക്കപ്പെട്ടില്ല. പോട്ടെ, തൊഴിൽ ദിനങ്ങളിലെങ്കിലും കൂലി നൽകില്ലെന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പണികൾ തട്ടിക്കൂട്ട് പണികളായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികളെ അപമാനിക്കുക കൂടിയാണ് അധികൃതർ ചെയ്യുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം 45 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നമെന്നാണ് അധികൃതരുടെ ഭാഷ്യം. എന്നാൽ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ കാട്ടിയ അനാസ്ഥയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് കൂലി നൽകാൻ സാധിക്കാത്തതിന് പ്രധാന കാരണമായത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിൽ നൽകുക മാത്രമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ കൊണ്ട് സമൂഹത്തിനോ ഏതെങ്കിലും വിഭാഗത്തിനോ ഗുണമുള്ള പദ്ധതികൾ ഒന്നും ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അധികൃതരുടെ കുമ്പസാരം. അതിനായി അവർ കണ്ടെത്തിയ വഴി തൊഴിലാളികൾ തട്ടിക്കൂട്ട് പണികളാണ് ചെയ്തിരുന്നത് എന്ന് ആക്ഷേപിക്കലാണ്. സമൂഹത്തിലെ തീർത്തും അശരണരും പിന്നോക്ക വിഭാഗങ്ങളിലുമുള്ളവരാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. വിഷു, ഈസ്റ്റർ ആഘോഷവേളകളിൽ പോലും മാസങ്ങളായി ഇവർ ജോലി ചെയ്തതിന്റെ കൂലി നൽകിയിട്ടില്ല എന്നത് രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിൽ ആരംഭിച്ച പദ്ധതിക്ക് തന്നെ അപമാനകരമാണ്. ന്യൂസ് ഡെസ്ക് KCV. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നപ്പോൾ വിഷു ആഘോഷങ്ങളുടെ പൊലിമ കുറഞ്ഞു. ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് നിറം വാങ്ങാൻ സാധ്യത. സർക്കാർ പൊതുവിതരണ വിപണിയിൽ ഇടപെടാത്തതാണ് വില വർധനവിന് പ്രധാന കാരണം.
പച്ചക്കറി, ധാന്യങ്ങൾ, മാംസ്യം എന്നിവയ്ക്ക് പൊള്ളുന്ന വിലയാണ്. ഹോർട്ടികോർപ്പ് സ്റ്റാളുകളിൽ 30% വിലക്കുറവുണ്ടെന്ന് അവകാശവാദമുണ്ടെങ്കിലും അവശ്യ സാധനങ്ങൾക്ക് ഒന്നും തന്നെ ഇവിടെ ലഭ്യമല്ല. വിഷു, ഈസ്റ്റർ ഉത്സവകാലം പ്രമാണിച്ച് സർക്കാർ വിപണി മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. ആഘോഷവേളകളിൽ സർക്കാർ പ്രത്യേക സ്റ്റാളുകൾ തുറക്കാത്തത് പൊതുവിപണിയിലെ കുത്തകകളെ സംരക്ഷിക്കാനാണെന്നും ആരോപണമുണ്ട്. സപ്ലൈകോ, ഹോർട്ടികോർപ്പ്, കെപ്കോ തുടങ്ങി പൊതുവിതരണ സമ്പ്രദായത്തിൽ 20% മുതൽ 50% വരെ വിലക്കുറവിൽ വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാമായിരുന്നെങ്കിലും ഇവയൊന്നും നടപ്പാക്കിയിട്ടില്ല. വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വില വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 120 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് വെളിച്ചെണ്ണ വില 160 ഉയർന്നു. ഇത് ഒരു മാസത്തിനുള്ളിൽ തന്നെ 200 രൂപ കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മട്ടന് നിലവിൽ കിലോയ്ക്ക് 450 മുതൽ 500 രൂപ വരെയും ചിക്കന്റെ വില 125 രൂപയും കിലോഗ്രാമിന് ഉയർന്നിട്ടുണ്ട്. പച്ചക്കറി വാങ്ങാം എന്ന് കരുതിയാൽ തെറ്റി. 30 രൂപയായിരുന്ന ബീൻസിന് 80 രൂപയായി ഉയർന്നു. പാവയ്ക്കും വെള്ളരിയും ക്യാരറ്റും എന്നിവയുടെ വിലയും 50 രൂപയ്ക്ക് മുകളിലായി. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തോന്നിവാസം വില വർദ്ധിപ്പിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവാനേ കഴിയുന്നുള്ളൂ. ഇനി ഒരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അപകടമൊഴിയാതെ AC റോഡ്. രാത്രികാലങ്ങളിലെ അപകടത്തിന് കാരണമാകുന്നത് വഴിവിളക്കുകളുടെ അഭാവം. സ്പീഡ് ബ്രേക്കറുകളും ഡിവൈഡറുകളും വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. AC റോഡിലെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പ്രധാന പാലങ്ങളായ കിടങ്ങറ, നെടുമുടി, പള്ളാത്തുരുത്തി പാലങ്ങളിലെ വഴിവിളക്കുകൾ പണിമുടക്കുന്നത് പതിവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പള്ളാത്തുരുത്തി പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. കിടങ്ങറ ബസാർ പാലത്തിന് സമീപം 2 മാസം മുമ്പ് രാത്രിയുണ്ടായ അപകടത്തിൽ അമ്മയും മകനും മരണപ്പെടുന്ന സംഭവവും ഉണ്ടായിരുന്നു. AC റോഡ് കുരുതിക്കളമായിട്ടും നടപടിയെടുക്കാൻ മടിക്കുകയാണ് അധികൃതർ. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം ട്രാഫിക് പോലീസ് തലങ്ങും വിലങ്ങും നടന്ന് ഊതിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനവും ഇല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങൾ കൊണ്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് AC റോഡിൽ സ്പീഡ് ബ്രേക്കറും ഡിവൈഡറുകളും സ്ഥാപിക്കുക എന്നത്. എന്നാൽ ഇപ്പോഴും ആവശ്യങ്ങളായി തന്നെ തുടരുകയാണ്. ആഡംബര കാറുകൾ സന്ധ്യയ്ക്ക് ശേഷം നിരത്തിലൂടെ ചീറിപ്പായുകയാണ്. കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഒരേപോലെ ഭീഷണി ഉയർത്തിയാണ് ഇവയുടെ ചീറിപ്പായൽ. മങ്കൊമ്പുകാർക്കിനി ഉത്സവകാലം. മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആദ്യ പകൽപൂരത്തിനും കുടമാറ്റത്തിനും തിരുവുത്സവത്തിനും കുട്ടനാട് സാക്ഷിയായി.
മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായാണ് പകൽപൂരവും കുടമാറ്റവും നടക്കുന്നത്. ഉത്സവം ആറാട്ടോടെ സമാപിച്ചതിന് ശേഷവും 2 ദിവസം കൂടി ഉത്സവം നീണ്ടു നിൽക്കുന്നതാണ് മങ്കൊമ്പ് ക്ഷേത്രത്തിലെ പ്രത്യേകത. കേരളത്തിൽ പകൽ ആറാട്ട് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മങ്കൊമ്പ് ക്ഷേത്രം. രാവിലെ 6:30 അംബുജം ദൊരൈസ്വാമിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത്. ചോറ്റാനിക്കര സത്യന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും നടന്നു. പതിനൊന്ന് 57 12:20 മധ്യ കണ്ഠനര് മഹേശ്വരയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നത്. തീയതിയാണ് പ്രസിദ്ധമായ നടയിൽ തൂക്കം നടക്കുന്നത്. വൈകിട്ട് 8 നടയിൽ തൂക്കം ആരംഭിക്കും. രാത്രി 9 1-ാം ഗരുഡൻ വരവും 10 2-ാം ഗരുഡൻ വരവും 11:45 3-ാം ഗരുഡൻ വരവും നടക്കും. പുലർച്ചെ 5 മുതൽ ഗരുഡൻ തൂക്കം നടക്കും. ഉത്സവത്തിന് കൊടിയേറിയ വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ പകൽപൂരം അരങ്ങേറി. ഇനി ചരമവാർത്തകൾ. ചങ്ങനാശ്ശേരി പുഴവാതിൽ ശബ്ദാനന്ദ ഭവനത്തിൽ തങ്കമ്മ ഗോവിന്ദഭൂഷൺ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 1 പുഴവാത് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു വിഷുക്കാലം കൂടി കടന്നുപോകുന്നു. ഒരു ഇലപൊഴിയുന്ന ലാഘവത്തോടെ കുട്ടനാടൻ കാർഷിക സംസ്കൃതിയുടെ ഇന്നലകളിലേക്ക്. കൂലി കൊടുക്കാൻ കാശില്ലാതായപ്പോൾ തൊഴിലുറപ്പുകാർ ചെയ്തത് തൊഴിലുറപ്പെന്ന് അധികൃതർ. ആലപ്പുഴ ജില്ലയിൽ മാത്രം കൊടുക്കാനുള്ളത് 45 കോടി രൂപ. അവശ്യ സാധനങ്ങളുടെ വിലവർധനവും ആഘോഷങ്ങളിൽ നിന്നകന്ന് മലയാളികൾ. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.